ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് എത്ര പേർ പറയുന്നത് കേട്ടിട്ടുണ്ട്? ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യകരമായ മനസ്സ് ഉണ്ടാവുകയുള്ളൂ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശ്രീശൻ തയ്യിൽ. എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഇന്ന് അതിമനോഹരമായ ഒരു ദിവസമാണ്. ഇന്ന് മെയ് 13. ലോകമെങ്ങും ഹെൽത്ത് ആൻഡ് വെൽനസ് അവയർനെസ് ഡേ, ആരോഗ്യക്ഷേമ അവബോധ ദിനമായി ആഘോഷിക്കുന്ന മഹത്തായ ദിവസമാണ് ഇന്ന്. എന്തുകൊണ്ടാണ് മെയ് 13 ഹെൽത്ത് ആൻഡ് വെൽനസ് ഡേ ആയി തിരഞ്ഞെടുത്തത്? ഹെൽത്ത് ആൻഡ് വെൽനസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തിനാണ് നാം ആരോഗ്യത്തിന് മുൻഗണന നൽകേണ്ടത്? ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വിവിധ അന്താരാഷ്ട്ര ആരോഗ്യ സംഘടനകളും വെൽനസ് കൗൺസിലുകളും ചേർന്ന് മെയ് മാസത്തിലെ ഈ ദിനം ഹെൽത്ത് ആൻഡ് വെൽനസ് അവബോധ ദിനമായി ആചരിക്കുകയാണ്. രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, ആരോഗ്യം മറിച്ച് ശാരീരികമായും മാനസികമായും സാമൂഹികമായും നാം അനുഭവിക്കുന്ന പൂർണ്ണ സംതൃപ്തിയാണ് എന്ന് ലോകത്തെ ഓർമ്മിപ്പിക്കാനാണ് ഈ ദിനം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഹെൽത്തും വെൽനസ്സും തമ്മിലുള്ള വ്യത്യാസം? ആരോഗ്യവും ക്ഷേമവും ഒന്നു തന്നെയാണോ? ആരോഗ്യമെന്നാൽ ശരീരത്തിന് രോഗങ്ങളില്ലാത്ത അവസ്ഥയെയാണ് നാം ആരോഗ്യം എന്ന് വിളിക്കുന്നത്. വെൽനസ് അല്ലെങ്കിൽ ക്ഷേമം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ നാം ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളാണ് വെൽനസ്. അതായത് വെൽനസ് എന്നത് ഒരു ജീവിത രീതിയാണ്. എന്തിന് നാം ആരോഗ്യത്തിന് മുൻഗണന നൽകണം? ഒന്ന്, സമ്മർദ്ദം കുറക്കാൻ, റെഡ്യൂസ് സ്ട്രെസ്. മാനസികാരോഗ്യം മെച്ചപ്പെടുമ്പോൾ മാത്രമേ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് കരുത്ത് ലഭിക്കൂ. രണ്ടാമതായി, രോഗപ്രതിരോധ ശേഷിയാണ്. കൃത്യമായ ഭക്ഷണവും വ്യായാമവും നമ്മുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. മൂന്നാമതായി, മനസ്സും ശരീരവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ. ശരീരം നന്നായിരുന്നാൽ മാത്രമേ മനസ്സും തെളിമയോടെ ഇരിക്കൂ. യോഗയും ധ്യാനവും ഇതിന് നമ്മെ സഹായിക്കും. ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്തുക എന്നത് നമ്മുടെ കടമയാണ്. അല്ലാത്ത പക്ഷം നമ്മുടെ മനസ്സിനെ ശക്തമായി നിലനിർത്താൻ നമുക്ക് കഴിയില്ല എന്ന് മഹാനായ ബുദ്ധൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നമ്മുടെ ശരീരം ഒരു കാർ പോലെയാണ്. എൻജിൻ, ഹൃദയം മാത്രം നന്നായാൽ പോരാ. ടയറുകളും, അതായത് ശരീരവും ബോഡിയും മനസ്സ് ഒരേപോലെ സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നമ്മുടെ യാത്ര സുഗമമാകൂ. മിതമായി ഭുജിച്ചാൽ അമൃതവും വിഷം, ആരോഗ്യമാണ് സമ്പത്ത് എന്ന് പറയുന്ന ഇത് കേട്ടിട്ടില്ലേ? ആരോഗ്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ അടുത്ത് വായിച്ച ഒരു കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അത് നിങ്ങളുമായി പങ്കുവെക്കാം. ഒരിടത്ത് ഒരു വലിയ ധനികനുണ്ടായിരുന്നു. ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും അയാൾക്കുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചതേയില്ല. ഒരു ദിവസം അയാൾക്ക് മാരകമായ ഒരു അസുഖം ബാധിച്ചു. കോടികൾ ചെലവാക്കിയിട്ടും അദ്ദേഹത്തിന് പഴയ ആരോഗ്യം വീണ്ടെടുക്കാനായില്ല. ആ സമയത്ത് അദ്ദേഹം തൻ്റെ ജനാലയിലൂടെ നോക്കി. അപ്പോൾ പുറത്തെ വയലിൽ പണിയെടുക്കുന്ന തൻ്റെ ദരിദ്രനായ അയൽക്കാരനായ കർഷകനെ അദ്ദേഹം കണ്ടു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഈ കോടികൾക്ക് പകരമായി ആ കർഷകൻ്റെ ആരോഗ്യവും കരുത്തും എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ ഈ സമ്പത്തെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാണ്. എന്താണ് ഈ കഥയുടെ ഗുണപാഠം സുഹൃത്തുക്കളെ? ആരോഗ്യം നഷ്ടപ്പെട്ടാൽ പിന്നെ ലോകത്തിലെ ഒരു സമ്പത്തും നിങ്ങൾക്ക് സന്തോഷം നൽകില്ല എന്നല്ലേ?
നമ്മുടെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്, ആരോഗ്യമേ ഭാഗ്യം. മറ്റൊരു മനോഹരമായ ഉപമയുണ്ട്. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ആത്മാവ് വസിക്കുന്നൊരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം ശുദ്ധിയായും സുരക്ഷിതമായും സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ആരോഗ്യം സംരക്ഷിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്ന്, സമീകൃത ആഹാരമാണ്. പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. 2, വ്യായാമമാണ്. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ് നേരം വ്യായാമം ചെയ്യുക. അടുത്തതായി ഉറക്കമാണ്. 7-8 മണിക്കൂർ സുഖനിദ്ര ഉറപ്പാക്കണം. അടുത്തതായി ജലപാനമാണ്. ധാരാളം വെള്ളം കുടിക്കുക. 5-മതായി മാനസിക ആരോഗ്യമാണ്. കുടുംബത്തോടും സുഹൃത്തുക്കളോടും സമയം ചെലവഴിക്കുക. സമ്മർദ്ദം ഒഴിവാക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ നിങ്ങൾ മാത്രമാണ്. പണം പോയാൽ സമ്പാദിക്കാം, പക്ഷേ തകർന്ന ആരോഗ്യം എപ്പോഴും തിരികെ ലഭിക്കണമെന്നില്ല. ആരോഗ്യകരമായ ഭക്ഷണം, ദിവസം 30 മിനിറ്റ് വ്യായാമം, മതിയായ ഉറക്കം, പോസിറ്റീവായ ചിന്തകൾ, ഇവയാകട്ടെ നമ്മുടെ വിജയമന്ത്രം. ഇന്ന് നമ്മൾ ആരോഗ്യവും ക്ഷേമവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചും ശാരീരിക മാനസിക ആരോഗ്യത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചും അത് സംരക്ഷിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു. ഇന്നത്തെ പ്രസംഗം കേട്ട് കഴിഞ്ഞാലുടൻ നിങ്ങൾ മടങ്ങുമ്പോൾ ഒരു ചെറിയ തീരുമാനമെടുക്കുക. നാളെ മുതൽ ഞാൻ എൻ്റെ ആരോഗ്യത്തിനായി കുറഞ്ഞത് 30 മിനിറ്റ് ബാക്കി വെക്കും. അത് നടത്തമാകാം, യോഗയാകാം, അല്ലെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നതാകാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് തന്നെ തുടങ്ങുക. കാരണം സ്വയം സ്നേഹിക്കുന്നവർക്ക് മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ഹെൽത്ത് ആൻഡ് വെൽനസ് അവയർനെസ് ഡേ നേരുകയാണ്. ഇത്രയും നേരം ഈ ചെറു പ്രസംഗം കേട്ട നിങ്ങളോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ശ്രീശൻ തയ്യിൽ. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് ഓൾ ഓഫ് യു എ ഗുഡ് ഡേ. അടുത്ത ദിവസത്തിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം, വീണ്ടും കേൾക്കാം.